എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 11-ാം വാക്യം. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടു. കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിടിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിയുമുള്ളവനല്ലോ. യാക്കോബിന്റെ ലേഖനത്തിൽ വ്യത്യസ്തങ്ങളായ ചില പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതായി കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി. അതിലൊന്നായിരുന്നു നിങ്ങളിൽ ഒരുവൻ എന്ന പ്രയോഗം. അതിലെ ഒരു ഭാഗം നമുക്ക് ചിന്തിപ്പാൻ ഇടയായി. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുന്നത് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന 3 മാതൃകാ പുരുഷന്മാരെ കുറിച്ച് ഈ യാക്കോബിൻ ലേഖനത്തിൽ നാം പഠിക്കുന്നു. ഒന്ന്, വിശ്വാസത്തിന് മാതൃകയായി അബ്രഹാമും, സഹിഷ്ണുതയ്ക്ക് മാതൃകയായി ഇയ്യോബും, പ്രാർത്ഥനയ്ക്ക് മാതൃകയായി ഏലിയാവും എടുത്തു കാണിക്കുന്നു. അതിൽ ഇയ്യോബിനെ കുറിച്ചാണ് നമ്മളെ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്. ഇയ്യോബിന്റെ ജീവിതം നാം പഠിക്കുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുന്നു. ആദ്യം ഇയ്യോബിനുള്ളതിനെ തൊടുവാൻ ദൈവം പിശാചിനെ അനുവദിച്ചു. പിന്നീടാണ് ഇയ്യോബിനെ തൊടുവാൻ ഇടയായത്. അപ്പോൾ ഇയ്യോബിനുള്ളതിനെ തൊട്ടിട്ടും ഇയ്യോബിനെ തൊട്ടിട്ടും തന്റെ സഹിഷ്ണുത വളരെ ആദരണീയമായിരുന്നു. ഇനി ഇയ്യോബിനെ കുറിച്ച് വീണ്ടും നാം മനസ്സിലാക്കുന്നത് കുറഞ്ഞത് 3 വേലികൾ ഇയ്യോബിനുണ്ടായിരുന്നു. ഇയ്യോബിന്റെ പുസ്തകത്തിൽ തന്നെ നാം 1-ാം അധ്യായത്തിൽ വായിക്കുന്നു, ഇയ്യോബിന് ദൈവം വേലി കിട്ടിയിരുന്നു, ഇയ്യോബിന്റെ വീടിന് വേലി കിട്ടിയിരുന്നു, അവനുള്ള സകലത്തിനും വേലി കെട്ടിയിരുന്നു എന്ന് നാം വായിക്കുന്നു. 3 വേലികൾ ഇയ്യോബിന് ദൈവം കിട്ടിയിരുന്നു. ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം അനുവദിക്കാതെ ആർക്കും ഒരു ദൈവം ഇതിനെ തൊടുവാൻ കഴിയുന്നത് അല്ല. ഇനി അതിന്റെ മറുവശം ചിന്തിച്ചാൽ, സാത്താനെ തൊടുവാൻ ദൈവം അനുവദിച്ചെങ്കിലും യോബ് പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവരാണെങ്കിൽ എങ്ങനെ പറയും, എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? എല്ലാം സാത്താൻ അടിച്ചുകൊണ്ട് പോയി, ഭയങ്കര പോരാട്ടമായിരുന്നൊക്കെ പറയാം. പോരാട്ടമില്ലെന്ന് നമ്മൾ പറയാൻ പാടില്ല, പോരാട്ടം നമുക്കുണ്ട്. എന്നാൽ യോബ് അതിനൊന്നും പഴിയായിരുന്നില്ല. അവിടെ ഒന്നും യോബ് പഴിയായിരുന്നില്ല. യോബ് പറയുന്ന ആ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. അല്ല, ദൈവം തന്നു, സാത്താൻ എടുത്തു എന്ന് യോബ് പറയുന്നില്ല. കാരണം ദൈവം അനുവദിക്കാതെ യോബിനെയോ അവന്റെ വീടിനെയോ അവനുള്ളത് ഒന്നിനെയും തൊടുവാൻ കഴിയയില്ല എന്ന് യോബ് വ്യക്തമായി അറിഞ്ഞിരിക്കാം. ഈ അറിവ് നമുക്കുണ്ടാകണം. പലരും പലപ്പോഴും പറയുന്നത് ദൈവം തന്നതായിരുന്നു, സാത്താൻ കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട്. ഒരിക്കലുമില്ല. ദൈവം തന്നതിനെ സാത്താൻ എടുക്കാൻ കഴിയില്ല, ദൈവം അനുവദിക്കണം. ഇവൻ എന്തിനു പറയും, നമ്മുടെ തലയിൽ ഒരു മുടി പോലും നിലത്ത് വീഴാൻ കർത്താവ് അറിയാതെ വീഴുന്നില്ലല്ലോ. തിരുവെഴുത്ത് പറയുന്നത് നമ്മുടെ തലയിലെ മുടി എണ്ണിയിരിക്കുന്നെന്നാണ്. 1,20,000-ഓളം മുടികൾ ശരാശരി മുടിയുള്ള ഒരാളുടെ തലയിൽ ഉണ്ടെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. കൂടുതലും കുറച്ചുമൊക്കെ പറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിൽ ഈ മുടിയെല്ലാം ദൈവം എണ്ണിയിരിക്കുക. അതിൽ ഒരു മുടി നിലത്ത് വീഴുമ്പോൾ എന്റെ ദാസന്റെ, എന്റെ ദാസിയുടെ ഇത്ര നമ്പർ മുടി താഴെ പോയെന്ന് ദൈവം പറയുന്നു. ഇത്ര അതിശയമായി നമ്മെ കാക്കുമ്പോൾ
ദൈവം അറിയാതെ ആർക്ക് നമ്മെ തൊടുവാൻ കഴിയും? അതല്ലേ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ, ഞാൻ അവയെ പേർ ചൊല്ലി വിളിക്കുന്നു, എന്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയില്ല. നമ്മുടെ കർത്താവിന്റെ സ്നേഹവും കരുതലും സുരക്ഷിതത്വവും നാം ഓർക്കുമ്പോൾ എത്ര നന്ദിയുള്ളവരായി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിപ്പാൻ കഴിയണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.